മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനാകെ ഒരു തരം വെപ്രാളം വരികയാണ് കേട്ടോ. അനന്തുവിനോട് പറയുന്നുണ്ട്, അനന്തു മഹി എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ, കാണാനില്ലല്ലോ, നീ എന്തായാലും ഒന്ന് ലേഖയെ വിളിച്ചു നോക്കുക എന്നിങ്ങനെ പറയാണ്. അനന്തു ലേഖയെ വിളിച്ച് നോക്കുമ്പോൾ മഹി അവിടെ എത്തിയിട്ടില്ല. മഹിയേയും കാത്തിട്ട് ലേഖ അവിടെ നിൽക്കുകയാണ്. അത് പക്ഷേ അനന്ത് പറയില്ല കേട്ടോ കണ്ണനോട്, എടാ ഇപ്പം എത്തുവടാ എന്നിങ്ങനെ പറയണ്. അതേസമയം കണ്ണൻ ഒരു തരം വിഷമമാവുകയാണ് കേട്ടോ. മഹിക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് കണ്ണനാകെ വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അതേസമയം മേഘനാഥൻ വാമദേവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛാ ഇപ്പം അവൾ കാറിൽ കയറി ഇതാ ഫോട്ടോ നോക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കണം കേട്ടോ. കാറിൽ ഇങ്ങനെ ഡ്രൈവർ സുരേഷ് ഏട്ടൻ ഇങ്ങനെ ഓട്ടുന്നതും മഹാലക്ഷ്മി ഇങ്ങനെ കാറിനകത്ത് ഇരുന്ന് പോണതും കാണുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ വാമദേവനാകെ സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ശരിക്കും കാണുകയാണല്ലോ ലൈവായിട്ട്. ഇത്രയും കഴിവ് തൻ്റെ മകനുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്രാവശ്യം എന്തായാലും അവളിതിൽ നിന്ന് രക്ഷപ്പെടില്ല. ഞാൻ ആ സുരേഷ് ഏട്ടൻ്റെ വയറിനകത്ത് ബോംബ് വെച്ചിട്ടുണ്ട്. അയാളെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവർ രണ്ടും ഇതോട് കൂടിയിട്ട് തീരും. കാറോട് കൂടിയിട്ട് അവൾ കത്തി അമരും. അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണം. വാമദേവനെ സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റാതിരിക്കുകയാണ്. അത്രയും സന്തോഷമാണ് കേട്ടോ. പക്ഷെ നമ്മൾ മഞ്ജു ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതേസമയം പ്രതാപൻ കരുണയോടും വിളിച്ച് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ഉണ്ണിയേട്ടാ ഇന്നത്തോട് കൂടിയിട്ട് അവൾ പോയി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കരുണ അമ്പലത്തേക്ക് പോവുകയാണ്. ഞാൻ എന്തായാലും ഈ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കട്ടെ, ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്, അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ഉണ്ണിയോട് പറഞ്ഞിട്ട് കരുണ അമ്പലത്തിലേക്ക് പോവുകയാണ്. അതേസമയം ഉണ്ണി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവൾ ഇതുവരെ അഹങ്കരിച്ചു, പക്ഷേ അവളുടെ അന്ത്യം ഇത്രയും വേണമായിരുന്നോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതിലും കൂടുതൽ അവൾക്ക് ഇനി ഒരു ശിക്ഷയില്ല. കണ്ണന് കൊടുക്കാനുള്ള ശിക്ഷയും ഇത് തന്നെയാണ്. അവൻ അത്രയ്ക്ക് അഹങ്കരിച്ചു ഒരു പെണ്ണിനെ കിട്ടിയതോട് കൂടിയിട്ട് എന്നിങ്ങനെ പറഞ്ഞ് ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിലിങ്ങനെ വരികയാണ് കേട്ടോ. അതേസമയം അമ്പലത്തിൽ പോയ കരുണ നേരെ അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അച്ഛനെയും മുത്തശ്ശിയെയും കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മോള് വന്നോ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ആ സംസാരിക്കണതിൻ്റെ ഇടയിൽ തന്നെ പ്രതാപനൊരു കോള് വരികയാണ് കേട്ടോ. മഹാലക്ഷ്മി തീർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരികയാണ്. ആ കോള് ഇങ്ങനെ കണ്ടതും തന്നെ പ്രതാപൻ കരുണയെയും മുത്തശ്ശിയെയും കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് നിലവിളിച്ച് പറയുകയാണ് കേട്ടോ. അവൾ പോയി അവൾ മരിച്ചു പോയി, അവളുടെ കാർ ഒന്നായി തീ പിടിച്ചു എന്നിങ്ങനെ പറയണം. അത് കേട്ടപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത്രയും സന്തോഷം കൊണ്ട് ഇവർ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ആ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് മോഹിനി വരിക കേട്ടോ. എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയും, നിൻ്റെ മോള് പോയടി, നിൻ്റെ മോള് വരുമ്പോൾ ആ കാറ് ഒന്നായി കത്തിത്തീർന്നു. അതിൽ സുരേഷ് ഏട്ടനും അവളും എന്താണെന്ന് പോലും പൊടി പോലും ഇല്ലാതെ അത്രയും കത്തിത്തീർന്നു എന്നിങ്ങനെ പറയുന്നു. അത് കേൾക്കുമ്പോൾ മോഹിനി ആകെ അബോധാവസ്ഥയിലാവുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ എന്താ സംഭവിച്ച എൻ്റെ കുഞ്ഞിനെന്നുള്ളത് അറിയാതെ അങ്ങനെ മോഹിനി കുഴഞ്ഞു വീഴുകയാണ് കേട്ടോ. അതേസമയം കണ്ണനും അനന്തവും കൂടിയിട്ട് ഇത്ര നേരമായിട്ട് അവളെ കാണാനില്ലല്ലോ, എന്തോ പറ്റിയിട്ടുണ്ട്, എടാ എന്തോ പറ്റിയിട്ടുണ്ട്, നീ ഒന്ന് അന്വേഷിക്കുക എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അനന്ത് മാർക്കോയ്ക്ക് വിവരം കൊടുക്കുകയാണ്. പക്ഷെ നമ്മുടെ ലേഖയ്ക്ക് നമ്മുടെ മഹിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചിവിടെ നമ്മുടെ മാർക്കോ കൊണ്ടുവന്ന് കണ്ണൻ്റെ മുൻപിൽ കൊടുക്കും. അതിനുശേഷം മേഘനാഥന് നമുക്ക് നേരിട്ട് തന്നെ ആ ട്വിസ്റ്റ് കാണാം.